നമസ്കാരം. ടോം ടോക്സ് തൃശ്ശൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇതുവരെ 9 വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കണം. കാണാത്തവർ അത് കാണണമെന്ന് കൂടി പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫാൽക്രിക്ക് എന്ന് പറയുന്ന സെൻട്രൽ സ്കോട്ട്ലൻഡിലെ ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ പ്രത്യേകത ഒരു ബോട്ട് ലിഫ്റ്റിംഗ്, റൊട്ടേറ്റിംഗ് ബോട്ട് ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന സംവിധാനം. ഇത് ലോകത്ത് ഒരേ ഒരു സംവിധാനമാണ്. ഈ കാണുന്നതാണ്, എനിക്ക് പിറകിലായി കാണുന്നതാണ് ഈ ബോട്ട് ലിഫ്റ്റിംഗ് സംവിധാനം. ഇത് താഴെ കാണുന്ന, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചുമന്ന നിറത്തിലുള്ള ബോട്ട് താഴെ നിന്ന് ആളുകളെ മുഴുവൻ കയറ്റി ഈ യന്ത്രത്തിൻ്റെ ലിഫ്റ്റിലേക്ക് കയറ്റുകയും, ഇതേ സമയം നമ്മൾ മുകളിൽ കാണുന്ന ആ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു ബോട്ട് വെള്ളം നിറച്ച് ആ പാതയിലൂടെ വന്നിട്ട് മറ്റൊരു ബോട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ താഴെയുള്ള ബോട്ടിലേക്കാണ് ആളുകൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ നിന്ന്. കാരണം ഇപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് താഴെ ആളുകളെ ഇങ്ങോട്ട് കരയിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം ടിക്കറ്റ് എടുത്ത് കാത്തു നിൽക്കുന്ന പുതിയ ആളുകളെ ഈ ബോട്ടിലേക്ക് കയറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ബോട്ട് യന്ത്ര സംവിധാനത്തിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഹോട്ടലും അതുപോലെ റെസ്റ്റോറൻറ്റും മറ്റ് സൗകര്യങ്ങളും ടോയ്ലറ്റുകളും സൗകര്യങ്ങളും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളായ മുഴുവൻ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങളാണ് നമ്മൾ കണ്ട ആ ഗ്ലാസ് ബിൽഡിംഗ്. മുകളിൽ കാണുന്ന പാതയിലാണ് മുകളിലെ കനാല്. താഴെ കാണുന്നത് താഴെയുള്ള കനാലിൻ്റെ ബോട്ട് ജെട്ടിയാണ്. താഴെ കാണുന്ന 4th ക്ലൈഡ് കനാല്, അത് സ്ഥിരമായിട്ടുള്ള ഒരു വലിയ കനാലാണ്. ആ കനാലിൻ്റെ മുകളിലായിട്ട് ആ പാലം പോലെ നമ്മൾ കാണുന്നത് ഒരു കനാലാണ്. അതിനെ യൂണിയൻ കനാൽ എന്ന് പറയും. ഈ മുകളിലുള്ള യൂണിയൻ കനാലിനെയും താഴെയുള്ള 4th ക്ലൈഡ് കനാലിനെയും ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഈ ഫാൽക്രിക്ക് റൊട്ടേറ്റിംഗ് ബോട്ട് സംവിധാനം എന്ന് പറയും. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ പ്രായത്തിനനുസരിച്ച് രസിക്കാവുന്ന രീതിയിലുള്ള പല വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ട യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായ ഈ ഫാൽക്രിക്ക് വീൽ സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ തടാകത്തിന് ചുറ്റിലുമായിട്ടാണ്. വളരെ മനോഹരമാണ് ഈ ഭൂപ്രദേശം. അതുതന്നെ കാണാനൊരു വളരെ സൗന്ദര്യമുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് ബോട്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. താഴ്ത്തുനിന്ന് ഒരു ബോട്ട് മുകളിലേക്കും അതേ സമയം തന്നെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ മുകളിലുള്ള ബോട്ട് താഴേക്കും വരുന്നു. മുകളിലുള്ള ബോട്ട് വരുന്നത് യൂണിയൻ കനാലിൽ ഉല്ലാസയാത്ര നടത്തിയിട്ട് തിരിച്ചു വരികയാണ്. താഴെ വന്ന് നിൽക്കുന്നത്, അത് ഇറങ്ങുന്നത് 4th ക്ലൈഡ് കനാലിലാണ്. ഇങ്ങനെ ഒരു മുകളിൽ പോയി അവിടുത്തെ കനാലിലൊന്ന് കറങ്ങി തിരിച്ച് താഴെ വന്ന് ഇറങ്ങി വരുന്ന ഈ സമയത്തിനാണ് ഇവിടെ ടിക്കറ്റ് വെച്ച് ഇത് കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ വരുന്നത്. ലോകത്തിലെ ഒരേ ഒരു അത്ഭുത പ്രതിഭാസമാണത്. ആർക്കിമിഡിസ് തത്വം, സയൻസിൻ്റെ ആർക്കിമിഡിസ് തത്വം ഉപയോഗിച്ചിട്ടാണ് ഈ ബോട്ട് ലിഫ്റ്റ്. 2002 മുതലാണ് ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. 1200 ടൺ സ്റ്റീല് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1000 ജോലിക്കാരുടെ അധ്വാനം ഇതിന് ഉപയോഗിച്ചതായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1500 ബോൾട്ടുകൾ ഈ യന്ത്ര സംവിധാനത്തിനുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു അത്ഭുതം തന്നെയാണ്. നമുക്ക് ആ ബോട്ട് മുകളിലോട്ട് ഉയരുമ്പോഴും ഇപ്പുറത്ത് താഴേക്ക് വരുമ്പോഴും അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെയുള്ള റെഡ് കളറിലുള്ള ബോട്ട് മേലെ കനാലിലേക്ക്, അതായത് യൂണിയൻ കനാലിലേക്ക് പോകുന്നതിന് വേണ്ടി ലിഫ്റ്റിലെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. ഈ സമയം മുകളിലുള്ള 4th ക്ലൈഡ് കനാലിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നിൽക്കുന്ന പിങ്ക് കളറിലുള്ള ബോട്ട് അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്.
ഈ ലിഫ്റ്റ് 150 ഡിഗ്രിയിലാണ് പ്രവർത്തിക്കുന്നത്, 150 ഡിഗ്രി ആംഗിളിൽ. 5 മിനിറ്റ് കൊണ്ട് ഈ താഴെയുള്ള ബോട്ട് മുകളിലെത്തുകയും മുകളിലുള്ള ബോട്ട് താഴേക്ക് എത്തുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. നമ്മൾ മുകളിൽ ഒരു ബോട്ട് നിറയെ യാത്രക്കാരുമായിട്ട് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. താഴെയുള്ള ബോട്ടിൽ ഏതാണ്ട് നിറയെ 100-ൽ പരം യാത്രക്കാർ ഞങ്ങൾ കണ്ടതാണ്. അവർ റെഡിയായിട്ട് ഇരിക്കുന്ന ബോട്ട് വീല് ഇപ്പോൾ പതുക്കെ ഉയർന്നു തുടങ്ങി. നിങ്ങൾക്ക് ദൃശ്യത്തിൽ വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങി വരുന്ന ബോട്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. റൈറ്റ് സൈഡിൽ നിന്നുള്ള ബോട്ട് ഇതാ മുകളിലേക്ക് പോകുകയാണ്. അതിലും നിറയെ ആളുകളുണ്ട്. ഈ മുകളിലേക്ക് പോകുന്ന ബോട്ട് ആ കനാലിൻ്റെ ശരിക്ക് കനാലിൻ്റെ ഇതിന് അകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ കനാലിലൂടെ അങ്ങ് അപ്പുറത്തുള്ള ഉയരത്തിലുള്ള യൂണിയൻ കനാലിലേക്ക് പോകുകയും അവിടെ സവാരി നടത്തി തിരിച്ചു വരികയും ചെയ്യും. ആ സമയം കൊണ്ട് ഇവിടെയുള്ള ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ മാറി പുതിയ ആളുകൾ ടിക്കറ്റ് എടുത്ത് ഈ ബോട്ടിൽ കയറുകയും റെഡി ആവുകയും ചെയ്യും. ഒരു കൃത്യമായ സമയത്തിന് അകത്ത് 5 മിനിറ്റ് കൊണ്ട് ഈ പ്രതിഭാസം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കറക്റ്റ് പാരലായിട്ട് വരുമ്പോൾ 2 സൈഡിലും ബോട്ട് പാരലായിട്ട് നിൽക്കുന്ന കാണാം. ഇപ്പോൾ ദാ മുകളിലേക്ക് താഴ്ത്തുനിന്ന് കയറിയ ചുവന്ന നിറത്തിലുള്ള ബോട്ടും മുകളിലേക്ക് എത്തുകയാണ്. ആ കനാൽ പാത്തിൻ്റെ കൃത്യമായ ലെവലിലെത്തുമ്പോൾ ബോട്ട് അവിടെ നിന്ന് ബാക്കിലോട്ട് നീങ്ങി മുകളിലെ കനാലിലേക്ക് പോകും. മുകളിലെ കനാൽ ഏതാണ്ട് ഒരു കോൺക്രീറ്റ് കനാലിലൂടെ ഒരു 100 മീറ്റർ മേലെ, 100 10-200 മീറ്ററെങ്കിലും ഉണ്ട്. അത്രയും ദൂരം സഞ്ചരിച്ചിട്ടാണ് മുകളിലെ ഭൂമിയിലുള്ള കനാലിലേക്ക് പോകുന്നത്. താഴെയുള്ള കനാലിലേക്ക് ഇപ്പോൾ ബോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ തടാകത്തിലേക്ക് ഇറങ്ങി വന്ന് കരയിൽ ആളുകളെ ഇറക്കുന്നതാണ്. കാരണം ഇവർ നേരത്തെ താഴെ നിന്ന് മുകളിലേക്ക് പോയവരാണ് ഇപ്പോൾ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ ഫാൽക്രിക് സ്ഥലത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. അതിനൊക്കെ ഫീസുണ്ട്. ഇവിടെയും ഈ ഇത് കയറി പോകുന്നതിന് ഇങ്ങനൊരു യാത്രാനുഭവം എക്സ്പീരിയൻസിന് നമ്മൾ ഏതാണ്ട് 20 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇതനുസരിച്ചാണെങ്കിൽ ഒരു 2500 രൂപയ്ക്ക് താഴെ നമ്മൾ വില കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അത് നേരത്തെ ബുക്ക് ചെയ്യണം. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അത് പോകാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ എത്തുമ്പോഴേക്കും ടിക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുകളിൽ ഉണ്ടായിരുന്ന പിങ്ക് നിറത്തിലുള്ള ബോട്ട് താഴെ വന്ന് ലിഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തി. അത് ഡാമിലേക്ക് തടാകത്തിലേക്ക് കടന്നു വരികയാണ്. ഇതൊരു ശാസ്ത്രവിസ്മയം തന്നെയാണ്. ആർക്കിമിഡീസ് തത്വം, നമ്മൾ സ്കൂളിൽ പഠിച്ച ആർക്കിമിഡീസ് തത്വപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഈ യന്ത്ര സംവിധാനം ലോകത്തിലെ ഒരേയൊരു അത്ഭുത പ്രതിഭാസമായ ഈ നിർമ്മിതി നിങ്ങളെ കാണിച്ചു തരാൻ ടോം ടോക്സ് തൃശ്ശൂരിന് കഴിഞ്ഞത് ഒരു വലിയ അനുഗ്രഹമായി തോന്നുന്നു. ഇത് നമുക്ക് ഒരിക്കൽ സന്ദർശിക്കാൻ കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത വിസ്മയകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹെലിക്സ് പാർക്കിനോടനുബന്ധിച്ചുള്ള 2 ജയന്റ് കുതിരകളുടെ തലയുടെ ശില്പത്തിൻ്റെ മുന്നിലാണ്. കെൽപിസ് എന്ന് ഈ പ്രദേശം അറിയപ്പെടും. ഈ പ്രദേശത്തിന് ഒരു പൗരാണിക ചരിത്രമുള്ളത്. വലിയ മെറ്റൽ ഇൻഡസ്ട്രിയുടെ ഒരു കേന്ദ്രമായിരുന്നു, ഒരു ഹബ്ബായിരുന്നു ഈ പ്രദേശം. ആ ഹബ്ബ് വളർന്നു വരുന്നതിന് ഒത്തിരി കുതിരകളെ ഇന്നാട്ടുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുത്തെ ലോഡ് ഭാരമുള്ള വസ്തുക്കൾ വലിച്ചു കൊണ്ടുപോകാനും ഇറക്കാനും ഒക്കെയായിട്ട്, നീക്കം ചെയ്യാനും ഒക്കെ ആയിട്ട് കുതിരകളെ ഉപയോഗിച്ചതുകൊണ്ട് ആ കുതിരകൾ വഴിയാണ് ഈ പ്രദേശത്തിന് വലിയൊരു നേട്ടമുണ്ടായത്, പുരോഗതി ഉണ്ടായത് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. വളരെ വിശാലമായ ഒരു പുൽത്തകിടിയിലാണ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ശില്പം കഴുത്തിന് താഴെ വലിയൊരു തടാകമാണ്. തടാകത്തിലാണ് ഈ കുതിരകളുടെ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ശില്പത്തിന് 30 മീറ്റർ ഉയരം ഉണ്ട്. അതുപോലെ 2 തലകൾ നിർമ്മിച്ചിരിക്കുന്നു. ഈ 2 തലകളുടെയും മുഖത്ത് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ഇതിൻ്റെ സ്ട്രക്ചറൽ ഷേപ്പ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ കനമുള്ള ഉരുക്ക് കൊണ്ടും, മറ്റത് നമ്മൾ സ്റ്റീൽ
പീസുകൾ കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഓരോ പീസുകളും ഷെല്ലുകളെ പോലെ അടുക്കി അടുക്കി വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ശില്പം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ശില്പമല്ല, ശരിക്കും ഭാവ രൂപം ഉള്ള കൃത്യമായ ഒരു മുഖമാണ് ഈ ഷെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇതിനെ ഒരു മഹത്തായ കലാശില്പമായി മാറ്റുന്നത്. വളരെ പ്രസിദ്ധമായി തീർന്നിരിക്കുകയാണ് ഈ രണ്ട് ശില്പങ്ങൾ. അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഭാവം ആവിഷ്കരിച്ചിരിക്കുന്നത്. ആൻഡി സ്കോട്ട് എന്ന ഗ്ലാസ്ഗോക്കാരനായ ശില്പിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ തേജോമയമായ ഭാവമാണ്. രണ്ട് കുതിരയ്ക്കും രണ്ട് വ്യത്യസ്ത ഭാവമാണ്. ഒന്ന് കുതിപ്പും ഒന്ന് കിതപ്പും എന്ന് പറയുന്ന പോലെയാണ്. അത്ര രൂക്ഷമായ ഭാവം ഇതിൻ്റെ മുഖത്ത് നല്ലോണം നോക്കി നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കലാവിസ്മയം. നമ്മൾ നേരത്തെ അവിടെ കണ്ടത്, പാൽക്രിക്കിൽ കണ്ടത് ബോട്ട് ലിഫ്റ്റിംഗ്, അത് ഒരു ശാസ്ത്രവിസ്മയമായിരുന്നു. ഇവിടെ വരുമ്പോഴോ മറിച്ച് ഒരു കലാവിസ്മയം, കലാചാതുരി. എത്ര പ്രതിഭയോടെയാണ്! വളരെ വലിയൊരു വർക്കാണ്. ഈ കഴുത്ത് കാണുന്ന രണ്ട് കഴുത്തും തലയുടെ ഉള്ളു മുഴുവൻ പൊള്ളയായിട്ടിരിക്കുകയാണ്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഹോൾസിൽ നിന്ന് വളരെ വലിയ രീതിയിൽ സൂര്യപ്രഭ ചൊരിയുന്നത് കാണാൻ കഴിയും. മനോഹരമായ ഈ പ്രദേശത്ത് ഇത്രയും വലിയ രണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് എത്ര കണ്ടാലും മതി വരില്ല. അത് വല്ലാതെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. രാത്രി ഇത് മുഴുവൻ എലിമിനേഷൻ ചെയ്ത് കാണുകയാണെങ്കിൽ അതിമനോഹരമെന്ന് ഞങ്ങളിവിടെ കയറിയ ഷോപ്പുകാർ പറഞ്ഞു. ഇതിൻ്റെ രണ്ട് മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പോയി തൊടാനും അതിന് തഴുകാനൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കൃത്യത മനസ്സിലാകുന്നത്. ഓരോ പീസുകളും ചെറിയ ചെറിയ ഷെല്ലുകൾ അടക്കി വെച്ച് വെൽഡ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കഴുത്തിലുള്ള പേശികളുടെ ഉയർച്ചയും താഴ്ചയും, കണ്ണിലുള്ള ഭാവവും, കുതിരകളുടെ മൂക്കിൻ്റെ ഷേപ്പും അതിൻ്റെ ഞരമ്പും വെയിൻസും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ ജീവസുറ്റ രണ്ട് കുതിരകൾ വളരെ ശക്തിയോടെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു രൂപത്തിലാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതും തടാകത്തിലാണ്. തടാകത്തിന് ഉള്ളിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി. അത്ര തേജോമയമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഞാൻ പൊതുവെ ശില്പങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കുറേ നേരം അതിൻ്റെ ഓരോ ഭാഗവും നോക്കി നിന്നു. അതിൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗം, കഴുത്തിൻ്റെ പുറകിലുള്ള നമ്മൾ പറയില്ലേ ഒരു കുഞ്ചിരോമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണില്ലേ, അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ജീവനുള്ള ചലിക്കുന്ന കുതിരകൾ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക്, കഴുത്തിന് താഴേക്ക് മുകളിലേക്ക് 30 മീറ്റർ ഉയരം കഴുത്തിനും മുഖത്തിനും മാത്രമായിട്ട് വരുമ്പോൾ താഴേക്ക് എത്രയോ വലിയ ഭീമാകാരമായ ഒരു കുതിരയാകണം ആ ശില്പിയുടെ മനസ്സിൽ ഭാവന ചെയ്തത്. അതാണ് ഇതിനെ അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ച. അതിമനോഹരമായ ഭാവം. അവയുടെ അധ്വാനത്തിൻ്റെ ശക്തിയുടെ പ്രതീകമായിട്ട് തന്നെ ഈ നാട്ടുകാർക്ക് കുതിരയോടുള്ള സ്നേഹവും കുതിര മൂലം ഈ നാടിന് പുരോഗതി ഉണ്ടായി എന്ന് പറയുന്നത് ആ ശില്പം മെനഞ്ഞെടുത്തതിൽ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന, ഞങ്ങൾ അതിനകത്ത് ഒരു വലിയ ഹാള് പോലെയാണ്. ഞങ്ങൾ അതിൻ്റെ പുറകിലെ കഴുത്തിൻ്റെ ഏറ്റവും പുറകിലെ ഭാഗത്തൂടെ അകത്ത് കടന്നു നോക്കി. ഒരു വിശാലമായ ഒരു വലിയ റൂമാണ് അത്. വളരെ മനോഹരമായിട്ടാണ്. അതിനകത്തും ലൈറ്റ് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഇത് രാത്രി കാണുകയാണെങ്കിൽ എന്തായിരിക്കും വിസ്മയം. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ചെന്ന നേരത്ത് ഈ നല്ല വെയിലുള്ള സമയമായിരുന്നു. നന്നായിട്ടിത് കാണാൻ പറ്റി. ഇതിൻ്റെ പുറകിൽ വലിയൊരു തടാകം വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റൊട്ടേറ്റിംഗ് ബോട്ട് ലിഫ്റ്റ് എന്ന് പറയുന്ന കനാലിൻ്റെ തുടർച്ച, ആ കനാലിൻ്റെ തീരത്തൂടെ നടന്നു വരികയാണെങ്കിൽ ഇവിടെ എത്താൻ പറ്റും. ഒരു 5 കിലോമീറ്റർ നടക്കണമെന്നുള്ളൂ. ഹെലിക്സ് എന്ന പാർക്കിനോടനുബന്ധിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കലാപ്രകടനം. ഇപ്പോൾ ഈ കാണുന്നത് മിനിയേച്ചറായിട്ടുള്ള ആ രണ്ട് തലകളിലെ ചെറിയ ശില്പങ്ങളാണ്. അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും നമുക്ക് തൊടാനും അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് പോയിൻ്റാണ് അത്. ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇതിൻ്റെ കറക്റ്റ് മിനിയേച്ചർ എടുത്തിരിക്കുന്നത്. അതായത് ഓരോ ഷെല്ലും വലിയ ശില്പങ്ങളുടെ എങ്ങനെയാണോ വെൽഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിനനുസരിച്ച ഗ്രാഫിക്സിൽ ചെറുതാക്കി കൊണ്ടുവന്ന് അതേ രീതിയിൽ ഇതിവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മിനിയേച്ചർ തലകളുടെ മധ്യത്തിലാണ്. പക്ഷേ എവിടെ നിന്ന് നോക്കിയാലും വളരെ ഉയരത്തിൽ കാണുന്നത് ആ രണ്ട് വലിയ ജയൻ്റ് ഹോഴ്സിൻ്റെ തലകളാണ്.
അതിങ്ങനെ വെള്ളി ഈ തിളക്കത്തിൽ, വെള്ളിത്തേരെന്നൊക്കെ പറഞ്ഞ പോലെ വെള്ളി തിളക്കത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് കാണാൻ മനോഹരമായൊരു കാഴ്ചയാണ്. വെട്ടിത്തിളങ്ങുന്ന വെയിൽ കാരണം വല്ലാതെ ദാഹിക്കുന്നു. ഞാനൊരു ഐസ്ക്രീം കഴിക്കുകയാണ്. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ടോം ടോക്സ് തൃശ്ശൂരിൻ്റെ ഈ പുതിയ വീഡിയോ കാണണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കണമെന്നും വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് തോമസ്, ടോം ടോക്സ് തൃശ്ശൂർ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.